ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലെ എൻ്റെ സ്വന്തം വീട്ടിലാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് വളരെ മനോഹരമായ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം എൻ്റെ അമ്മയുടെ കലാവിരുതുകളാണ്. നമുക്ക് ഓരോന്നായി കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് പറയണം. ഇവിടെ അമ്മച്ചി ഈ ചട്ടികളും ചെടികളും ഒക്കെ ഇഷ്ടം പോലെ സ്വന്തമായിട്ട് ചട്ടികളുണ്ടാക്കി അതിൻ്റെ അകത്ത് ചെടി വെക്കുന്ന ക്രേസാണ് അമ്മച്ചിക്കുള്ളത്. നമുക്ക് കണ്ടു നോക്കാം. വളരെ ഓമനത്വം തുളുമ്പുന്ന പൂക്കളും പുഷ്പങ്ങളൊക്കെ കാണാൻ വളരെ ഓമനത്വം തോന്നും. ബൊഹൈൻവില്ലയുടെ ഒരു വളരെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. റോസച്ചെടികൾ മുട്ടിട്ട് പൂക്കാനായി ഇങ്ങനെ കാത്തു നിൽക്കുക. ഒരേക്കർ സ്ഥലമുണ്ടായിരുന്നെ അവിടെയും അമ്മച്ചി ചെടി വെച്ചേനെ. ഇത് വിൽക്കാൻ വേണ്ടിയല്ല, നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ചെടി ഇത് നഴ്സറികളിലൊക്കെ ചെടികൾ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നതാണ്. ഇത് അമ്മച്ചി ഇതിൻ്റെ പുറകെ നിൽക്കുക, ചെടികളെങ്ങനെ പരിപാലിക്കാം. അതിൻ്റെ അടുത്ത് തന്നെ സമയങ്ങൾ ഒരുപാട് ചിലവഴിച്ച് ഇഷ്ടം പോലെ സമയം ചെടികളുടെ കൂടെ കളയും. കണ്ടോ, വളരെ മനോഹരമായ പൂക്കൾ നിറഞ്ഞ് നമുക്ക് തന്നെ കാണുമ്പോൾ ആർക്കാണേലും നമ്മളാരും ഇങ്ങനെ ചെടിയുടെ പുറകെ നിൽക്കുന്ന ചിലരുണ്ട്. പക്ഷേ എന്നാലും നമ്മളാരും ഇങ്ങനെ അതിൻ്റെ പുറകെ എന്നും ചെടികളെന്ന് പറഞ്ഞാൽ കണ്ണിന് കുളിർമയേകുന്നൊരിതാണ്. എന്നും അമ്മച്ചി ചെടികൾ നനച്ച് വെയിലാകുമ്പോൾ എടുത്ത് വെക്കുകയും മഴയാകുമ്പോൾ എടുത്ത് അകത്ത് വെക്കുകയും അങ്ങനെ ചെടികളുടെ കൂടെ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു ജീവിതത്തിന് ഉടമയാണ് അമ്മച്ചി. ഇതിൻ്റെ പുറമെ ഈ ചെടികൾ മാത്രമല്ല കേട്ടോ, ഇവിടെ ചട്ടികളും അമ്മച്ചി സ്വന്തമായിട്ട്, കാരണം പ്ലാസ്റ്റിക് ചട്ടി വാങ്ങിച്ചിട്ട് അത് കുറേ നാൾ കഴിയുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് സിമെൻറ്റ് വാങ്ങിച്ച് അച്ചുമൊക്കെ ഇട്ട് സ്വന്തമായിട്ട് ചട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ചെറിയ ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ട് ചട്ടി കൊടുക്കാൻ വേണ്ടി. പിന്നെ ചെടികളാണേലും ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി കൊടുക്കണമെന്നൊക്കെ, ഇങ്ങനെ കുത്തി കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഓർഡറുകളൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, ചെടികൾക്കപ്പുറം പച്ചക്കറികളും ഇവിടെ ഉണ്ട്. ഉണ്ടോ, തക്കാളിയുടെയൊക്കെ ചെടി. പാവല്, തക്കാളി കായ്കളായിട്ട് ഉണ്ടോ, വളരെ മനോഹരമായി. നാരങ്ങ, മാങ്ങ, പയറ്, വേണ്ട പുതിയ പയറ്, പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം ഉണ്ട് ഒരുവിധം. മുളക് കണ്ടോ, പൂത്തുലഞ്ഞിരിക്കുക. കറിയാപ്പല്ല. അയ്യോ, ആ പയറ് മുഴുവൻ പറിച്ചു കളഞ്ഞില്ല. പിന്നെ പയറ് മുഴുവൻ പറിക്കുന്നതിനും പറയത്തില്ലായിരുന്നു. ഒത്തിരി പയറുണ്ടായിരുന്നു.